രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഫോണിൽ നോക്കാറുള്ള ഒരാളാണോ നിങ്ങൾ? ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഉണർന്ന ഉടനെ തന്നെ ഫോണിൽ നോക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം നമ്മുടെ ഫോൺ എടുത്തൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, മറ്റുള്ള ആളുകൾ അവരുമായിട്ടൊക്കെയുള്ള ആ കമ്മ്യൂണിക്കേഷൻ തൊട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ അതിന് GPS ഹെൽപ്പ് വരെ നമ്മൾ തേടുന്നത് എല്ലാം ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ഫോണില്ലാതെ ഒരു നിമിഷം പോലും പലർക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ പല ഗുണങ്ങളും നമുക്ക് തരുന്ന നമ്മളുടെ ഫോൺ തന്നെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. രാവിലെ ഉണരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും, ചിലപ്പോൾ ഇമെയിൽസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ലാതെ നോക്കുന്നത്. നമ്മളെപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊന്നും ദൂഷ്യവശങ്ങൾ അറിയാതെയാണ് രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്നത് പോലെ ഇപ്പോൾ എല്ലാവരും ഈ ഫോണിൽ നോക്കുന്നത്. IDC നടത്തിയ ഗവേഷണം അനുസരിച്ചിട്ട് 80% സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളും ദിവസവും രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റ് മൊബൈൽ ഫോൺ നോക്കുന്നവരാണ്. ഇത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. ഇനി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കൈ നീളുന്നത് ഫോണിലേക്കാണെങ്കിൽ ഇത് ദിവസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മനസ്സമാധാനത്തിന് കോട്ടം തരാനേ ഉപയോഗിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള മെയിലുകളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഇനി ചെയ്യാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളോ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളായിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ ആ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപ് നമ്മുടെ ദിനചര്യകൾ തുടങ്ങുന്നതിന് മുൻപ് പോലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസൈറ്റിയും നമ്മുടെ പ്രഷറും ഒക്കെ കൂടാൻ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ. ഇനി സ്വന്തം പ്രസൻറ്റ് കണ്ടീഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഫോട്ടോസ്, അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നതൊക്കെ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ തന്നെ കാര്യങ്ങൾ, നമ്മൾ നയിക്കുന്ന ജീവിതം നല്ലതല്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള ചില അനാവശ്യ ചിന്തകൾ ഇതുമൂലമൊക്കെ ഉടലെടുത്തേക്കാം. എഴുന്നേൽക്കും മുമ്പ് തന്നെ ആ ഒരു ദിവസത്തേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ട് അത് കാരണമാകും. അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഔട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. മറ്റുള്ളവരോട് ദേഷ്യമോ അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു മാതിരി ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒട്ടും വിശപ്പ് കാണാത്തൊരവസ്ഥയായിരിക്കും. ചിലപ്പോൾ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള കുറേ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചെന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളും അതുപോലെ നമ്മൾ ചെയ്തെന്നിരിക്കും. ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു ഗവേഷണം വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ഇൻബോക്സ് നോക്കുന്ന സമയം കുറച്ചാൽ തന്നെ നമ്മളുടെ പ്രഷർ കുറയ്ക്കാമെന്നാണ്. അതായത് ഒരു ദിവസം മുഴുവൻ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഫോൺ തുറന്ന പാടെ വിവരങ്ങളുടെ കുത്തൊഴുക്ക് വരുന്നതിനാൽ തന്നെ നമ്മുടെ തലച്ചോറിന് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ഇതുമൂലം പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിയുകയും ആവശ്യമില്ലാത്ത മെസ്സേജുകൾക്കും ഇമെയിലുകൾക്കും മറുപടി അയച്ച് നമ്മളുടെ തന്നെ സമയം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതുമൂലം നമ്മളുടെ കാര്യക്ഷമതയിൽ കോട്ടം തട്ടുകയും നമ്മളുടെ ശ്രദ്ധ പലതിലേക്കും തിരിയുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റുടൻ തന്നെ ഫോണിൽ കളിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക, നമ്മുടെ ഫാമിലിയുമായിട്ട് സമയം ചെലവിടുക, മെഡിറ്റേറ്റ് ചെയ്യുക, സ്വന്തമായിട്ടൊരു കപ്പ് ചായയോ കാപ്പിയോ ഉണ്ടാക്കുക, ഇങ്ങനെ പലതും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്ലസൻ്റ് ആയിട്ടിരിക്കാനും നമുക്ക് ഉന്മേഷത്തോടെ ആ ദിവസം തുടങ്ങാനായിട്ടും ഒക്കെ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധ്യമല്ല. നമുക്ക് പഠിക്കുന്ന കാര്യത്തിനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിൻ്റെ ഉപയോഗമില്ലാതെ സാധിക്കില്ല. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ സമയം കുറച്ച് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ആ ദിവസം നന്നാക്കുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായിരിക്കും. അതിനാൽ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അനുസരിച്ചിട്ട് ദിവസം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപ്രദമായിട്ടിരിക്കാനും അത് നമ്മുടെ നല്ല ആരോഗ്യത്തിനും ആയിട്ടും അത് സഹായിക്കും.